സ്ലേവ് ആവാൻ വേണ്ടിയല്ല നിങ്ങൾ ലാംഗ്വേജ് പഠിക്കുന്നത്. നിങ്ങൾ ലാംഗ്വേജ് പഠിക്കുന്നത് ആക്ച്വലി ടു എൻജോയ് ഫ്രീഡം. ഇംഗ്ലീഷ് പറഞ്ഞാൽ നമുക്ക് ആരെ വേണേലും ഒന്ന് പേടിപ്പിക്കാം. നീ 2 ഇംഗ്ലീഷും കൂടെ കാച്ചവനെ പേടിപ്പിക്കാം. കുറെ ഗ്രോ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഗ്രാമറും ആ മിസ്റ്റേക്സിനകത്തൂടെ പതുക്കെ ശരിയാവും. ബട്ട് ആർ ദേ പെർഫെക്റ്റ് എന്ന് ചോദിച്ചാൽ നോ, ദേ ആർ നോട്ട് പെർഫെക്റ്റ്. ദേ ഇൻ ദ പ്രോസസ് ഓഫ് ബിക്കമിങ് പെർഫെക്റ്റ്. അതിലൊരു പ്രൊഫസർ എന്നോട് പറഞ്ഞ ഡയലോഗാണ്, ബീങ് എൻ ഇംഗ്ലീഷ് സ്റ്റുഡൻറ്റ്, ഒരു ഇംഗ്ലീഷ് സ്റ്റുഡൻ്റ് ആയിട്ട് യു ഡോണ്ട് നോ ദാറ്റ് ഇംഗ്ലീഷ് സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് എല്ലാം തികഞ്ഞവരാവണം എന്ന് ഒരു നിർബന്ധവുമില്ല. ഞാൻ കാറിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പം എൻ്റെ പിറകിലിരുന്ന ആൾ എന്നോട് ചോദിച്ചത്, സത്യം പറ, നിനക്ക് ബ്രേക്ക് ഇവൻ്റെ മീനിങ് എന്താണെന്ന് അറിയാമായിരുന്നു? സോ ഐ സെഡ് നോ, ഐ ഡോണ്ട് നോ ദ മീനിങ്. ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ഇംഗ്ലീഷ് ട്രെയിനേഴ്സാണ് ഏറ്റവും കൂടുതൽ മിസ്റ്റേക്സ് വരുന്നത്. കാരണം അവർ ഒരു ശരി അങ്ങോട്ട് പഠിപ്പിക്കുമ്പം ഒരു 100 തെറ്റായി ഇങ്ങോട്ട് കേൾക്കുന്നത്. ഹലോ, ദിസ് ഇസ് സൂസൻ എബ്രഹാം. എന്നെ നിങ്ങൾക്ക് അറിയാമോ എന്ന ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കത്തില്ല, ബിക്കോസ് ആ ചോദ്യത്തിന് അതൊരു ചെറിയ പ്രോബ്ലം ഉണ്ട്. ദ റീസൺ ഇസ് ബിക്കോസ് ചിലപ്പോൾ ഞാൻ അറിയാതെ പോയാലോ. ഐ എം എ സെൽഫ് എൻകറേജർ. ഞാൻ സെൽഫായിട്ട് എൻകറേജ് ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ എന്നെ അറിയും, കൂടുതലായിട്ട് അറിയും. ഇൻഫാക്ട് ഐ വിൽ ടേൺ ഔട്ട് ടു ബി വൺ ഓഫ് ദി മോസ്റ്റ് വെൽ നോൺ പേഴ്സൺ ഇൻ ദ വേൾഡ് എന്ന് തന്നെ ഞാൻ പറയാണ്. സോ ലെറ്റ്സ് ബിഗിൻ വിത്ത് ദാറ്റ്. ഐ എം മോർ നോൺ ബൈ ദ നെയിം സൂസമ്മ. സൂസമ്മ എന്ന പേരിലാണ് കൂടുതലും എന്നെ ആളുകൾ അറിയപ്പെടുന്നത്, എന്നെ വിളിക്കുന്നത്. സ്നേഹം കൊണ്ടാവാം, അല്ലെങ്കിൽ കൺവീനിയൻസ് കൊണ്ടാവാം. പക്ഷേ പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലും നിങ്ങൾ എൻ്റെ ഇംഗ്ലീഷ് റീൽസ് കണ്ടിട്ടുണ്ടായിരിക്കും. ഷോർട്ട് വീഡിയോസാണ് എൻ്റെ ഒരു കോൺസെപ്റ്റ്. അത് വേറൊന്നും കൊണ്ടല്ല, ഞാൻ ഒരുപാട് വർഷങ്ങളായിട്ട് ട്രെയിനറായിട്ട് പഠിപ്പിച്ചിട്ടുള്ള ആളാണ്. പ്രോബബ്ലി ഒരു 16, ദിസ് ഇസ് മൈ 18th ഇയർ ആക്ച്വലി. ഇത്രയും വർഷത്തിനിടയിൽ പിള്ളേരുടെ ശ്രദ്ധ പിടിച്ചെടുക്കുക എന്ന് പറയുന്നതിനെക്കാട്ടിലും വലിയ ഒരു ഡിഫിക്കൽട്ട് കാര്യം ഇല്ല എന്നുള്ളതാണ്. ഒരു ഫസ്റ്റ് 15 minutes അവരുടെ ശ്രദ്ധ കിട്ടുക എന്ന് പറയുന്നതിന് വലിയ കാര്യമാണ്. സോ ഐ യൂസ് ടു ഇംപ്ലിമെൻറ്റ് എ ലോട്ട് ഓഫ് കോമിക്കൽ തിങ്സ്. സംടൈംസ് വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് കോമഡി മാത്രമേ അവർ ഓർത്തിരിക്കത്തുണ്ടാവത്തുള്ളൂ, ബാക്കിയെല്ലാം മറന്നിട്ടുണ്ടാവും. അപ്പം അങ്ങനത്തെ ഒരു ഡിഫിക്കൽട്ടിയിലൂടെ പോയിട്ടുള്ളത് കൊണ്ട് എനിക്കറിയാം ഈ ശ്രദ്ധ പിടിച്ച് പറ്റുക എന്നുള്ള സാധനം ഭയങ്കര ഡിഫിക്കൽട്ടാണ്. അപ്പം വലിയ വീഡിയോസ് ചെയ്യുന്നതിനെക്കാട്ടിലും ചെറിയ വീഡിയോസ് ചെയ്ത് അതിനകത്ത് അവർ ആ വേർഡ് പഠിച്ച് അതവിടെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഐ എം ആക്ച്വലി സക്സസ്ഫുൾ ഇൻ വാട്ട് ഐ എം ഡൂയിങ്. സോ ദാറ്റ്സ് മൈ ഇൻറ്റൻഷൻ ഓഫ് സ്റ്റാർട്ടിങ്, or that's what my intention was, to actually start doing reels. റീൽസിൽ നിന്നാണ് തുടക്കം. റീൽസിൽ തന്നെ നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല, ഡെഫിനറ്റ്ലി മുന്നോട്ട് പോകും എന്നുള്ളത് ഉറപ്പാണ്. ലെറ്റ് മീ ടെൽ യു വൺ ഓഫ് മൈ ടാഗ് ലൈൻ. എൻ്റെ ഒരു ടാഗ് ലൈൻ, ഞാൻ എന്നും എൻ്റെ ജീവിതത്തിൽ കൊണ്ട് നടക്കുന്ന ഒരു ടാഗ് ലൈനാണ്, ലാംഗ്വേജ് ഈസ് സംതിങ് ദാറ്റ് യു മാസ്റ്റർ ടു എൻജോയ് ഫ്രീഡം ആൻഡ് നോട്ട് ടു ബി എ സ്ലേവ്. ഒരു സ്ലേവ് ആവാൻ വേണ്ടിയല്ല നിങ്ങൾ ലാംഗ്വേജ് പഠിക്കുന്നത്. നിങ്ങൾ ലാംഗ്വേജ് പഠിക്കുന്നത് ആക്ച്വലി ടു എൻജോയ് ഫ്രീഡം. അൺഫോർച്ചുനേറ്റ്ലി ഐ സ്റ്റാൻഡ് ആസ് എൻ ഇംഗ്ലീഷ് ട്രെയിനർ. ആൻഡ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് നമ്മളായിരിക്കുന്ന കേരളത്തിൽ ഒരുപാട് ആളുകൾ പേടിക്കുന്ന ഒരു ഭാഷയാണ്. ഒരുപാട് മൂവീസിനകത്തും അവർ പറയുന്നുണ്ട്, ഇംഗ്ലീഷ് പറഞ്ഞാൽ നമുക്ക് ആരെ വേണേലും ഒന്ന് പേടിപ്പിക്കാം. നീ 2 ഇംഗ്ലീഷും കൂടെ കാച്ചവനെ പേടിപ്പിക്കാം. ആ ഒരു സ്റ്റിഗ്മ എനിക്ക് ആക്ച്വലി മാറ്റണം എന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. അതായിരുന്നു എൻ്റെ പണ്ട് തൊട്ടുള്ള ഇൻറ്റൻഷൻ. ദാറ്റ് ആരും ഇനി പറയരുത് ഇംഗ്ലീഷ് പറയും നമുക്ക് മറ്റുള്ളവരെ പേടിപ്പിക്കാം. ഇംഗ്ലീഷ് പറയും എന്തിനെ പേടിപ്പിക്കുന്നത്? ഭാഷ ആരെയും പേടിപ്പിക്കാനോ ആരെയും സ്ലേവ് ആക്കാനോ വേണ്ടിയല്ല. ഇറ്റ് ഈസ് സംതിങ് ദറ്റ് കംസ് അണ്ടർ ദ കാറ്റഗറി കോൾഡ് ദ കോൺസെപ്റ്റ് ഓഫ് ഫാമിലി. കോൺസെപ്റ്റ് ഓഫ് ഫാമിലി എന്നതിനകത്ത് വരുന്നതാണ്. സോ ഐ ഹാവ് ആക്ച്വലി ഡിവൈഡഡ് കോൺസെപ്റ്റ് ഓഫ് ഫാമിലി ടു ലെറ്റ് യു നോ ഇതെങ്ങനെയാണ് ഈ ഒരു ഭാഷയെ ഒരു ഫ്രീഡമായിട്ട് കാണാൻ പറ്റുന്നത്. ഭാഷ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു, ഭാഷ നമ്മളെ സ്നേഹിക്കുന്നു, ഭാഷ നമ്മളെ കരുതുന്നു, നമ്മളെ ഉയർത്തുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് ഫാമിലി പോലെ തന്നെയാണ്. ടേക്ക് ഫോർ എക്സാമ്പിൾ, ഒരു ഹസ്ബൻഡും വൈഫും, അതായത് 2 പേര് തമ്മിൽ കല്യാണം കഴിച്ചു. അവർ ഒത്തിരി മിസ്റ്റേക്സ് ഉണ്ടാക്കുന്ന ടൈമുണ്ട്. ഫസ്റ്റ് 5 years ഓഫ് മാരേജിനകത്ത് നല്ല മിസ്റ്റേക്സ് ഉണ്ടായിരിക്കും. മീൻകറിക്ക് ചിലപ്പോൾ പുളി കൂടിപ്പോയി, ഉപ്പ് കൂടിപ്പോയി, എരിവ് കുറഞ്ഞു പോയി, അവയും ചൊവയില്ലാത്ത ഫുഡ് തന്നു എന്നൊക്കെ നമ്മൾ പറയും. സോ പിണക്കങ്ങളും ഇണക്കങ്ങളും കുറേ കാര്യങ്ങൾ മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യും. ഒരാൾ ചിലപ്പോൾ കൂടുതൽ റെസ്പോൺസിബിൾ ആയിരിക്കും, മറ്റേ ആൾ കുറവ് റെസ്പോൺസിബിൾ ആയിരിക്കും. ഇനി ഹസ്ബൻഡ് ആൻഡ് വൈഫിനെ ഞാൻ ആക്ച്വലി കൺസിഡർ ചെയ്യുന്നത് ഗ്രാമർ ആൻഡ് അതർ പ്രോപ്പർട്ടീസ് ആയിട്ടാണ്. ഗ്രാമറിനകത്ത് എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. ലൈഫ് ലോങ് നമ്മൾ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്സുകൾ വരുത്തും. പക്ഷേ എപ്പോഴും ഈ മിസ്റ്റേക്സ് വരുത്തിക്കൊണ്ടേ ഇരിക്കുകയല്ല, ഈ മിസ്റ്റേക്സിനകത്തുനിന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു ഗ്രോത്ത് ഉണ്ടാവുന്നുണ്ട്. ബിക്കോസ് ഈ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഓൾ ഓഫ് എ സഡൻ ഒരു ഫാദർ ആൻഡ് മദറും കൂടെ ആവുന്നുണ്ട്. ദേ ആക്ച്വലി ബിക്കം എ ഫാദർ ആൻഡ് മദർ. അവർ ഫാദർ ആൻഡ് മദർ ആയി കഴിയുമ്പം ദേ ഹാവ് എ ലോട്ട് ഓഫ് റെസ്പോൺസിബിലിറ്റീസ്. നേരത്തെ ചെയ്തതുപോലെയല്ല, അതായത് മൊബൈൽ എവിടെയെങ്കിലും കൊണ്ട് വെച്ച് മറക്കുക, ബാഗ് എവിടെയെങ്കിലും കൊണ്ട് വെച്ച് മറക്കുക, കുഴപ്പമില്ല. ആസ് എ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റെസ്പോൺസിബിലിറ്റി ആയിട്ടുള്ളൊരു ഫാദറും മദറും ആയി കഴിഞ്ഞിട്ട് പിള്ളേരെ എവിടെ വെച്ച് മറക്കുന്നു എന്ന് പറയുന്നത് ഇസ് സംതിങ് ദാറ്റ് കനോട്ട് ബി ആക്സെപ്റ്റബിൾ. അപ്പം കുറെ ഗ്രോ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഗ്രാമറും ആ മിസ്റ്റേക്സിനകത്തൂടെ പതുക്കെ ശരിയാവും. ബട്ട് ആർ ദേ പെർഫെക്റ്റ് എന്ന് ചോദിച്ചാൽ നോ, ദേ ആർ നോട്ട് പെർഫെക്റ്റ്. ദേ ഇൻ ദ പ്രോസസ് ഓഫ് ബിക്കമിങ് പെർഫെക്റ്റ്. അവർ പെർഫെക്റ്റ് ആകുന്ന പ്രോസസ്സിലാണ്.
നിങ്ങളുടെ ഗ്രാമർ ആൻഡ് പ്രോപ്പർട്ടീസ് മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്ത് പാസ്റ്റ് ടെൻസും പ്രസന്റ് ടെൻസും ഫ്യൂച്ചർ ടെൻസും മാത്രം പഠിച്ച് മാത്രമേ നിങ്ങൾ സംസാരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ബോറൊരു പരിപാടിയായിരിക്കും. ബിക്കോസ് അലോങ് വിത്ത് ദ ഫാദർ ആൻഡ് മദർ കംസ് ദ ചിൽഡ്രൻ. പിള്ളേരും വരും. പിള്ളേർ വൊക്കാബുലറി ആയിട്ടാണ് ഞാൻ കാണുന്നത്. ആൻഡ് പ്ലേഫുൾ ആയിട്ടുള്ള വേർഡ്സ്, കുട്ടി കുട്ടി വേർഡ്സ് പറയുന്നു. ചിലപ്പോൾ അവരുടെ ഫസ്റ്റ് ലെറ്റർ ഫസ്റ്റ് വേർഡ് ഭയങ്കര ഇറ്റ്സ് ഫൺ ടു ഹിയർ. അവർ പറയുന്നത് കേൾക്കാൻ ഭയങ്കര രസകരമായിട്ട് തോന്നും. അങ്ങനെ ചെറിയ ചെറിയ വേർഡ്സിൽ ഇങ്ങനെ നിൽക്കുക. പക്ഷേ കുട്ടികൾ ഒരിക്കലും കുട്ടികളായിട്ട് തന്നെ ഇരിക്കുന്നില്ല. ദേ ആക്ച്വലി ഗ്രോ. അപ്പം ചെറിയ പ്രായത്തിൽ നിങ്ങൾ ഉപയോഗിച്ചിരുന്ന ഗാ ഗൂഗു എന്നുള്ള ശബ്ദങ്ങളായിരിക്കത്തില്ല നിങ്ങൾ വലുതാവുമ്പോൾ ഉപയോഗിക്കുന്നത്. ആ ശബ്ദങ്ങൾ ഒരു വേർഡ്സ് ആയിട്ട് ഫോം ചെയ്യും. ആൻഡ് ആ വേർഡ്സ് കുറച്ചും കൂടെ വലുതായി കഴിയുമ്പം അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളൊരു വൊക്കാബുലറി ആയിട്ട് മാറും. എവിടെയും എന്തും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഉദാഹരണത്തിന് I can give you an example. Whereas imagine you are asking your father, അച്ഛനോടൊരു ബാഗ് ചോദിക്കുകയാണ്. എങ്ങനെ നിങ്ങൾ ബാഗ് ചോദിക്കുന്നത്? മലയാളത്തിലാണെങ്കിൽ നിങ്ങൾ ബാഗ് ചോദിക്കുന്നത് എങ്ങനെ? അല്ലയോ മഹൽ പിതാവേ, കഴിഞ്ഞ തവണ അങ്ങ് വാങ്ങിച്ചു തന്ന ബാഗ് കീറിപ്പോയതിനാൽ ഇത്തവണ ഒരു പുതിയ ബാഗ് വാങ്ങിച്ചു തരണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിച്ചുകൊള്ളുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിച്ചുകൊള്ളുന്നു. ഇസ് ദിസ് ദ വേ യു ടോക്ക് ടു യുവർ ഫാദർ? അത്രയും വൊക്കാബുലറി, അത്രയും ബൊംബാർഡ്സ് ആയിട്ടുള്ള വേർഡ്സ് ഒന്നും ഉപയോഗിക്കേണ്ട കാര്യമൊന്നുമില്ല. യു ക്യാൻ ജസ്റ്റ് സിംപ്ലി സേ അപ്പോൾ ബാഗ് കീറി ഒന്ന് വാങ്ങിച്ചു തരാൻ പറ്റുമോ? ദിസ് ഇസ് ഓൾ വാട്ട് യു നീഡ് ടു ഡു. എന്ന് പറഞ്ഞ പോലെ ചെറുതായിരിക്കുമ്പം ചെറിയ വാക്കുകൾ, വലുതായിരിക്കുമ്പം അതിനെ ഡെവലപ്പ് ചെയ്യും, സന്ദർഭങ്ങൾക്കനുസരിച്ച് മാറും. ഇതിനെയെല്ലാം ഗൈഡ് ചെയ്യുന്നത് പേരൻസ് ആയിരിക്കും. പേരൻസ് ഒരു ഗൈഡിങ് സ്റ്റാറായിട്ട് ഇങ്ങനെ നിൽക്കും. അതായത് ഗ്രാമർ ആൻഡ് പ്രോപ്പർട്ടീസ് എപ്പോഴും വൊക്കാബുലറി ഗൈഡ് ചെയ്തുകൊണ്ടേയിരിക്കും. ഗ്രാമർ ആൻഡ് പ്രോപ്പർട്ടീസ് അവരെ എപ്പോഴും ഓർമ്മിപ്പിക്കും. അവിടെ ഒരു ED വരണം, അവിടെ ഒരു ING വരണം, അവിടെ വാസ് ചേർക്കണം, അവിടെ ബി ആണ് ചേർക്കേണ്ടത്, അവിടെ ആ വേർഡ് ചേരില്ല, അതിന് ED ഫോംസ് ഇല്ല, അതിന് വേറെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോംസ് ഉണ്ട് എന്നിങ്ങനെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഇതെല്ലാം ഇതൊരു പ്രോസസ്സിൽ ഒരു കോൺസെപ്റ്റ് ഓഫ് ഫാമിലിയായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം. ഇമാജിൻ എ വേർഡ് ഡെവലപ്പ്. നിങ്ങൾ ഉപയോഗിക്കുന്നൊരു വേർഡാണ് ഡെവലപ്പ്. എസ്സേ എഴുതുന്ന സമയത്ത് പൊതുവെ എൻ്റെ സ്റ്റുഡൻസ് പറയാറുള്ളതാണ്, ഡെവലപ്പിന് ഒരു സിനോണിം ഞങ്ങൾക്ക് അറിയത്തില്ല. ഡെവലപ്പ് ഒരു പ്രായം കഴിഞ്ഞാൽ നമ്മൾ അതിനെ മാറ്റി പിടിക്കണം. വി ക്യാൻ ആക്ച്വലി യൂസ് സംതിങ് എൽസ്. എൻലാർജ് എന്നോ അല്ലെങ്കിൽ സംതിങ് ദാറ്റ് ഇസ് you have to change the concept of vocabulary there. ആ ഒരു പർട്ടിക്കുലർ വേർഡിനകത്ത് തന്നെ നിൽക്കാതെ, മെയിൻറ്റെയിൻ, ഡെവലപ്പ് എന്നൊരു വേർഡിനകത്ത് നിൽക്കാതെ ഫൈൻഡ് ദ നെക്സ്റ്റ് സിനോണിം. ഇറ്റ്സ് വെരി ഈസി ടു ഡു ഇറ്റ്. നമ്മൾ ആരും യൂസ് ചെയ്യാത്തൊരു സാധനമാണ് ഗൂഗിൾ യൂസ് ചെയ്യുന്നത് ആവശ്യമില്ലാത്ത സാധനങ്ങൾക്കാണെങ്കിൽ ഇനി മുതൽ ആവശ്യമുള്ള സാധനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കണം. സപ്പോസ് യു ആർ റൈറ്റിംഗ് എൻ എസ്സേ ആൻഡ് ഡെവലപ്പ് എന്നൊരൊറ്റ വേർഡ് മാത്രമേ നിങ്ങൾക്ക് അറിയത്തുള്ളൂ. യു ക്യാൻ ഈസിലി ഡെവലപ്പ് ഇറ്റ് ആക്ച്വലി by going to Google and ഡെവലപ്പിൻ്റെ തൊട്ടപ്പുറത്ത് സിനോണിംസ് എന്നും കൂടെ അടിച്ചു കൊടുക്കുക. ആൻഡ് യു ആക്ച്വലി യു ഗെറ്റ് എ ലോട്ട് ഓഫ് സിനോണിംസ്. ഇഷ്ടം പോലെ സിനോണിംസ് കിട്ടും. അതിൽ നിങ്ങൾ ഇതുവരെയായിട്ടും യൂസ് ചെയ്തിട്ടില്ലാത്തൊരു വേർഡ് ചുമ്മാ നിങ്ങൾ എടുക്കരുത്. അതിൻ്റെ പ്രൊനൗൺസിയേഷൻ സ്റ്റൈലിൽ കൊടുത്തിട്ടുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യണം. അതിൻ്റെ തൊട്ട് താഴെ അതൊരു സെൻറ്റൻസിലാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന രീതിയിലുള്ളൊരു വേർഡാണോ എന്ന് അറിഞ്ഞിട്ട് മാത്രമേ നിങ്ങൾ സിനോണിം എടുക്കാവൂ. This is actually something that you can actually, ഇതാണ് കോൺസെപ്റ്റ് ഓഫ് ഫാമിലി. ഇങ്ങനെയാണ് പോകുന്നത്. There are a lot of stigmas. ആ സ്റ്റിഗ്മാസ് ഇതോടുകൂടി അങ്ങ് മാറും. Another thing is intimidation ആണ്. In a family, nobody will intimidate you. അതായത് ഒരു ഈഗോ ഫാമിലി ഞാൻ ഉദ്ദേശിക്കുന്നത് this is how a family should be. ഫാമിലിക്കകത്ത് നമ്മൾ ഈഗോ എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് വരാൻ പാടില്ല. ദ ഫാദർ ആൻഡ് ദ മദർ വിൽ ഓൾവേസ് അപ്രീഷിയേറ്റ്, എൻകറേജ്, എല്ലാ രീതിയിലും പുഷ് ചെയ്ത് വരും. ഇൻറ്റിമിഡേഷൻ വന്നു കഴിഞ്ഞാൽ പൊതുവെ സംഭവിക്കുന്ന ഒരു കാര്യം നമ്മൾ രണ്ട് കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. ഒന്നുകിൽ നമ്മൾ വെച്ചടി അങ്ങ് കയറും, അല്ലാന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി തളർന്ന് താഴെ വീഴും. I'll give you an example. I was in my college and ഡിഗ്രി ക്ലാസ്സസിലെ സമയത്ത് അസൈൻമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ സ്റ്റാഫ് റൂമിൽ പോയപ്പം അവിടെ 2 പ്രൊഫസേഴ്സ് ഓൾറെഡി ഇരിപ്പുണ്ട്. അപ്പോൾ അതിലൊരു പ്രൊഫസർ എന്നോട് ചോദിച്ചു, ഇന്ന ആളുടെ റിലേറ്റീവ് ആണോ ഞാൻ എന്ന്. അപ്പം ഞാൻ പറഞ്ഞു അതെ. അപ്പം പുള്ളിക്കാർ ചോദിച്ച ക്വസ്റ്റ്യനാണ്, എന്താ റിലേഷൻ, എങ്ങനെയാണ് നിങ്ങളുടെ റിലേഷൻ എങ്ങനെയാണ്? അപ്പോൾ ഈ അകന്ന ബന്ധു എന്ന വാക്കിന് ഇംഗ്ലീഷ് പറയാൻ എനിക്കറിയത്തില്ല. അപ്പോൾ അകന്നത് എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ലോങ് എന്നാണ് വരുന്നത്. അതുകൊണ്ട് ഞാൻ ലോങ് റിലേറ്റീവ് എന്ന് പറഞ്ഞു, നീളമുള്ള റിലേറ്റീവ് എന്നാണ്. ആൻഡ് ദ പ്രൊഫസേഴ്സ് ലാഫ്ഡ്. ആൻഡ് അതിലൊരു പ്രൊഫസർ എന്നോട് പറഞ്ഞ ഡയലോഗാണ്, ബീങ് എൻ ഇംഗ്ലീഷ് സ്റ്റുഡൻറ്റ്, ഒരു ഇംഗ്ലീഷ് സ്റ്റുഡൻ്റ് ആയിട്ട് യു ഡോണ്ട് നോ ദാറ്റ്. ഇംഗ്ലീഷ് സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് എല്ലാം തികഞ്ഞവരാവണം എന്ന് ഒരു നിർബന്ധവുമില്ല. നത്തിങ് ഓഫ് ദ സോർട്ട്. ദാറ്റ് ഈസ് ഓൾ ഇൻറ്റിമിഡേഷൻ ഓർ സ്റ്റിഗ്മാസ് ആണ്. ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ഇംഗ്ലീഷ് ട്രെയിനേഴ്സാണ് ഏറ്റവും കൂടുതൽ മിസ്റ്റേക്സ് വരുന്നത്. കാരണം അവർ ഒരു ശരി അങ്ങോട്ട് പഠിപ്പിക്കുമ്പം ഒരു 100 തെറ്റായി ഇങ്ങോട്ട് കേൾക്കുന്നത് അവർ. സോ ഇറ്റ്സ് പെർഫെക്റ്റ്ലി ഓക്കെ ഇഫ് യു ആക്ച്വലി മേക്ക് എ മിസ്റ്റേക്ക്. ഇറ്റ്സ് ഓക്കെ ടു മേക്ക് എ മിസ്റ്റേക്ക്. പ്രൊനൗൺസിയേഷനിൽ മിസ്റ്റേക്ക് വരുത്തുന്നവരുണ്ട്, അത് പോയിൻ്റ് ഔട്ട് ചെയ്യുന്നവരുണ്ട്. ഇറ്റ്സ് പെർഫെക്റ്റ്ലി ഫൈൻ. ഇറ്റ്സ് എ ലേണിംഗ് കർവ്. അതൊരു ലേണിംഗ് കർവാണ്. യു ലേൺ ഔട്ട് ഓഫ് ഇറ്റ്. സോ ഇൻറ്റിമിഡേഷൻ വന്നു കഴിഞ്ഞാൽ യൂഷ്വലി യു ഹാവ് ദ ടെൻഡൻസി ടു ആക്ച്വലി ബാക്ക് ഓഫ്. ബട്ട് ഐ ടോൾഡ് യു ദാറ്റ് ഐ എം എ സെൽഫ് എൻകറേജർ. അതുകൊണ്ട് ഞാൻ എപ്പോഴും മുന്നോട്ട് തന്നെ എന്നെ പുഷ് ചെയ്യുന്നത് കൊണ്ട്
ഡിസ്റ്റൻറ്റ് റിലേറ്റീവ് ആണെന്ന് പിന്നീട് കണ്ടുപിടിച്ചു. ബട്ട് ഐ സ്റ്റിൽ റിമെമ്പർ ദാറ്റ്. സോ ദർ വാസ് എ ടൈം ഞാൻ ഇങ്ങനെ കാറിൽ ഒരാളുമായിട്ട് യാത്ര ചെയ്യാണ്. ആൻഡ് ദ പേഴ്സൺ ഹു സിറ്റിംഗ് നെക്സ്റ്റ് ടു മീ ഈസ് ആക്ച്വലി ടെക്നോ പാർക്കിൽ ഒരു ഹൈ പൊസിഷനിലിരിക്കുന്ന ആളാണ്. ആൻഡ് യു നോ അവർക്ക് ഒത്തിരി ജോണേഴ്സ് ഉണ്ട്, ദേ ഹാവ് ചില വേർഡ്സ് ഉണ്ട്, അവരുടെ മാത്രമായിട്ട് ഉപയോഗിക്കുന്ന ഒരു കോർപ്പറേറ്റ് ലാംഗ്വേജ് ഉണ്ട്. എനിക്ക് കോർപ്പറേറ്റ് ലാംഗ്വേജിനെ പറ്റി ഒന്നും തന്നെ അറിയത്തില്ല. ആൻഡ് ദിസ് പേഴ്സൺ ഇസ് ആക്ച്വലി ആസ്കിങ് അബൌട്ട് മൈ ബിസിനസ്. എൻ്റെ ബിസിനസ്സിനെ കുറിച്ച് ചോദിക്കുകയാണ്. ആൻഡ് എന്നോട് പുള്ളി ചോദിച്ചു, സോ ഡിഡ് യു മേക്ക് എ ബ്രേക്ക് ഈവൻ? ഇപ്പം എൻ്റെ തൊട്ട് പിറകിൽ വേറൊരാളുകൂടെ ഉണ്ട്. ആൻഡ് ബ്രേക്ക് ഈവൻ ചെയ്തായിരുന്നു. ആൻഡ് ഐ ഡോണ്ട് നോ ദി മീനിങ് ഓഫ് ദ വേർഡ് ബ്രേക്ക് ഈവൻ. എന്താണ് ബ്രേക്ക് ഈവൻ എന്നറിയത്തില്ല. ആൻഡ് മൈ ഫിയർ വാസ് ദാറ്റ് എനിക്കത് അറിയത്തില്ല എന്ന് ഞാൻ പറഞ്ഞാൽ ഒരു പക്ഷേ എന്നെ ഒരു സ്റ്റിഗ്മറ്റൈസ് ചെയ്യുമോ. ലൈക്ക് ഫോർ എക്സാമ്പിൾ ഇംഗ്ലീഷ് ട്രെയിനറായിട്ട് ബ്രേക്ക് ഈവൻ്റെ മീനിങ് അറിയത്തില്ല. ദിസ് വാസ് ദ ഫിയർ ഇൻസൈഡ് ഓഫ് മീ. അപ്പം ഞാനിങ്ങനെ ചിരിച്ചിട്ട് ഞാനിങ്ങനെ പറഞ്ഞു, യെസ് ബ്രേക്ക് ഈവൻ. ആക്ച്വലി ഞാൻ ബ്രേക്ക് ഈവൻ ഉണ്ടാക്കിയിട്ടില്ല. ബട്ട് ഐ ടോൾഡ് ദ പേഴ്സൺ ദാറ്റ് ഐ ഡിഡ് ജസ്റ്റ് ബിക്കോസ് എനിക്ക് ഫിയർ ആയതുകൊണ്ട് ഐ വാസ് അഫ്രെയ്ഡ് ഓഫ് ദാറ്റ് ഫാക്ടർ. ആൻഡ് ഐ സെഡ് യെസ് ബ്രേക്ക് ഈവൻ ആയിന്ന്. ഞാൻ കാറിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പം എൻ്റെ പിറകിലിരുന്ന ആൾ എന്നോട് ചോദിച്ചത്, സത്യം പറ, നിനക്ക് ബ്രേക്ക് ഈവൻ്റെ മീനിങ് എന്താണെന്ന് അറിയാമായിരുന്നു? സോ ഐ സെഡ് നോ, ഐ ഡോണ്ട് നോ ദ മീനിങ്. ദർ വർ സെവറൽ സിറ്റുവേഷൻസ് വെയർ ഐ ഡിഡ്ന്റ് നോ ദ മീനിങ്. Experiences is the next thing that I want to tell you. Experience will help you to build your skill in language, especially in English. ഇംഗ്ലീഷിൽ അനുഭവങ്ങൾ എന്ന് പറയുന്നൊരു സാധനമുണ്ട്. ആൻഡ് പ്ലീസ് ഡോണ്ട് മിസ്അണ്ടർസ്റ്റാൻഡ് മീ. അനുഭവങ്ങൾ എന്ന് പറയുമ്പം ഇറ്റ്സ് നോട്ട് ഗുഡ് ഓൾ ദ ടൈം. ഇറ്റ് ക്യാൻ ബി ബിറ്റർ. ഭയങ്കര ബിറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും, ഭയങ്കര ഇൻസൾട്ടിങ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരിക്കും. പക്ഷേ എൻ്റെ ഇൻസൾട്ടിങ് ആയിട്ടുള്ള എക്സ്പീരിയൻസസിൽ നിന്നാണ് ഞാൻ പല വാക്കുകളും പഠിച്ചിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ എല്ലാവരും വിചാരിക്കുന്നത് അവരെന്നെ ഇൻസൾട്ട് ചെയ്തു, അതിൽ നിന്ന് എനിക്കൊരു ഭയങ്കര പെയിൻ ഉണ്ടായി എന്നാണ്. പക്ഷേ ഞാൻ അതിൽ നിന്ന് ഒത്തിരി കാര്യങ്ങൾ പഠിച്ചു. ആൻഡ് ഐ ആം ആക്ച്വലി ടീച്ചിങ് മൈ സ്റ്റുഡൻസ്. എൻ്റെ സ്റ്റുഡൻസിനെ ഞാനത് പഠിപ്പിക്കുന്നുണ്ട്. സോ എക്സ്പീരിയൻസസ് ഇസ് അനദർ തിങ്. ഒരു ഫാമിലി കോൺസെപ്റ്റ് ഓഫ് ഫാമിലിക്കകത്ത് ഉള്ളൊരു കാര്യമാണ് എക്സ്പീരിയൻസസ്. യുവർ എക്സ്പീരിയൻസസ്, സംടൈംസ് യുവർ പേരൻസ് വിൽ സ്കോൾഡ് യു, വഴക്ക് പറയുമായിരിക്കും, അവർ അടിക്കുമായിരിക്കും. അതിൽ നിന്നെല്ലാം നമ്മളൊരു കാര്യം പഠിക്കുകയാണ്. സോ ദാറ്റ് ദ ഏജ് ഓഫ് 22, നിങ്ങൾ ഏജ് 22 എത്തുമ്പം people can actually say that you come from a good family. Good family എന്ന് പറയുമ്പോൾ പേരും പെരുമയൊന്നുമല്ല. ഇറ്റ്സ് ഹൗ യു ആർ ബ്രോട്ട് അപ്പ്. എങ്ങനെയാണ് നിങ്ങളെ വളർത്തിക്കൊണ്ട് വന്നത്, എങ്ങനെ നിങ്ങളുടെ ലാംഗ്വേജിനെ അവർ പ്രൂൺ ചെയ്തു, എങ്ങനെ ദ ലാംഗ്വേജ് ഒരു അപ്രോപ്രിയേറ്റ് വേയിൽ യൂസ് ചെയ്യണം നിങ്ങൾക്കറിയാം, എങ്ങനെ ആ സ്കില്ലിനെ മനോഹരമായിട്ട് നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റും, ഏതൊക്കെ ടൈപ്പ് ഓഫ് വേർഡ്സ് നിങ്ങൾക്കറിയാം. ഇനി ഇതൊക്കെയാണെങ്കിലും നമ്മുടെ ഫാമിലി ഒക്കെ ആണെന്ന് പറഞ്ഞാൽ നമുക്ക് പുറത്ത് കുറേ ഫ്രണ്ട്സ് ഉണ്ടാവും. ഈ ഫ്രണ്ട്സിനെയാണ് ഞാനൊരു എന്താ പറയുക, ഇൻഫോർമൽ ലാംഗ്വേജ് എന്ന് പറയുന്നത്. നമ്മൾ ഫ്രണ്ട്സിനോട് സംസാരിക്കുമ്പം അടിപൊളി, പൊളി, പൊളിച്ചു എന്നൊക്കെ പറയും. അത് ഈ ഫ്രണ്ട്സായിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യുക. ദോസ് ആർ ഫ്രണ്ട്സ്, ഇൻഫോർമൽ വേർഡ്സ് ആണ്. അത് നിങ്ങളുടെ ലാംഗ്വേജിൻ്റെ കൂട്ടത്തിൽ തന്നെ ഏതെങ്കിലും ഒരു പൊസിഷനിൽ വെച്ച് അത് വരും, നിങ്ങളുടെ കൂടെ ചേരും. ചിലപ്പം ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിൽ നിന്ന് അത് മാറും. ഫോർ എക്സാമ്പിൾ ഫോർമലായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ ഫാമിലി കാര്യങ്ങളിൽ ഇടപെടുമ്പം നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിനോട് ചോദിച്ചിട്ടല്ല ഡിസിഷൻസ് എടുക്കുന്നത്. വി ടേക്ക് ആർ ഡിസിഷൻസ് വിത്ത് ആർ ഫാമിലി എന്ന് പറഞ്ഞതുപോലെ ഇൻഫോർമൽ സാധനങ്ങൾ എപ്പോഴും ഔട്ട് ഓഫ് ദ ഫാമിലി നമ്മൾ ഫണ്ണായിട്ടിരിക്കുന്ന സമയത്ത് when we want a lot of entertainment, അന്നേരമാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ഇൻഫോർമൽ വേർഡ്സിൻ്റെ യൂസേജ് കൊണ്ടുവരുന്നത്. ഇതെല്ലാം കൂടെ ചേരുന്ന ഒരു സ്കില്ലാണ് ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. ലെറ്റ് മീ റിപ്പീറ്റ് ദിസ് വൺസ് മോർ. ഇതൊരു ഭയങ്കര ഡീപ്പ് സീ ആണ്. ആൻഡ് ഇറ്റ് ഈസ് മാസ്റ്ററിയാണ്. ആൻഡ് ഇത് കുറച്ച് സമയം കൊണ്ട് നേടിയെടുക്കാൻ പറ്റില്ല ശരിക്കും പറഞ്ഞാൽ. ചിലർക്ക് പറ്റും, ലിംഗ്വിസ്റ്റിക് എബിലിറ്റി ഉള്ളവർക്ക് പറ്റും. പക്ഷേ അല്ലാത്തവർക്ക് ഇറ്റ് ഈസ് എ സ്കിൽ ആൻഡ് ഇറ്റ് ഈസ് ഓൺലി ഗോട്ട് ത്രൂ പ്രാക്ടീസ്, ലോട്ട്സ് ഓഫ് പ്രാക്ടീസ്. അതുകൊണ്ട് തന്നെ മാസ്റ്റർ ദ ലാംഗ്വേജ് ടു എൻജോയ് ഫ്രീഡം എൻജോയ് ചെയ്യാൻ വേണ്ടി ലാംഗ്വേജ് മാസ്റ്റർ ചെയ്യുക, നോട്ട് ടു ബി എ സ്ലേവ്. ഇപ്പോൾ കണ്ട വീഡിയോ പോലെ നമുക്കും പല കാര്യങ്ങളും നേടണമെന്നും സാധിക്കണമെന്നും ആഗ്രഹം ഉണ്ടാകും അല്ലേ? അതിനെല്ലാം ഒരു എളുപ്പവഴി പറയട്ടെ. ആദ്യം തന്നെ നമ്മൾ നമുക്ക് നൽകുന്ന എക്സ്ക്യൂസസ് ഒഴിവാക്കുക. പിന്നെ ചെയ്യാം, നാളെ ചെയ്യാം, അതിനെല്ലാം പകരം ടുഡേ ഈസ് ദ ഡേ എന്ന് തീരുമാനിക്കുക. ഏതൊരു ഫീൽഡിലും സക്സസ് ആവാൻ ഇമ്പോർട്ടൻ്റ് ആണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. സ്കിൽസിലൂടെ നമുക്കത് എളുപ്പമാക്കാം. എങ്ങനെയെന്നല്ലേ നമുക്ക് നോക്കാം. ആദ്യം തന്നെ താഴെ തന്നിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് സ്കിൽസ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. കോഴ്സിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നു ഗ്രാമർ, വൊക്കാബ്, റീഡിംഗ്, സ്പീക്കിംഗ് സെഷൻസ്. ഗ്രാമർ സെഷന് നിങ്ങൾക്ക് ലഭിക്കുന്നു പ്രീ റെക്കോർഡഡ് ക്ലാസ്സസ്. ഇതെല്ലാം പ്രീ റെക്കോർഡഡ് ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. അതിനുശേഷം വരുന്നു വൊക്കാബ് സെഷൻ. ഇവിടെ നിങ്ങൾ ദിവസവും പുതിയ വാക്കുകൾ പഠിക്കുകയും അതിൻ്റെ യൂസേജസ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നു. അതിനുശേഷം വരുന്നു റീഡിംഗ് സെഷൻ. റീഡിംഗ് സെഷനിലൂടെ നിങ്ങൾ നിങ്ങളുടെ റീഡിംഗ് സ്കിൽസ് ഇംപ്രൂവ് ചെയ്യുന്നു. അതിനുശേഷം വരുന്നതാണ് സ്പീക്കിംഗ് ആക്ടിവിറ്റി. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒന്നാണല്ലേ, നമ്മളെ മനസ്സിലാക്കി നമ്മളെ ജഡ്ജ് ചെയ്യാത്ത ഒരു എൻവയോൺമെൻറ്റ്. സ്കിൽസിലൂടെ വി ആർ മേക്കിംഗ് ഇറ്റ് ഹാപ്പൻ ഫോർ യു. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ സിമിലർ ഇൻട്രസ്റ്റ് ഉള്ള സ്റ്റുഡൻസുമായി സംസാരിക്കാനും നിങ്ങളുടെ ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്യാനും സാധിക്കുന്നു. അൺലോക്ക് യുവർ ഫ്രീ ട്രയൽ ടുഡേ.
ജോഷ് ടോക്സ് ഇപ്പോൾ സ്പോട്ടിഫൈ എക്സ്ക്ലൂസീവ് പോഡ്കാസ്റ്റ് കൂടിയാണ്. ജോഷ് ടോക്സിലെ എല്ലാ വീഡിയോസിന്റെയും ഓഡിയോ വേർഷൻ ഇപ്പോൾ എക്സ്ക്ലൂസീവായി സ്പോട്ടിഫൈയിൽ ലഭ്യമാണ്. ഈ ടോക്ക് ഇഷ്ടമായോ? എങ്കിൽ പ്രചോദനകരമായ മറ്റു ടോക്സ് കേൾക്കുവാൻ ജോഷ് ടോക്സ് മലയാളം പോഡ്കാസ്റ്റ് ഫോളോ ചെയ്യൂ. സ്പോട്ടിഫൈയിൽ മാത്രം. ഈ ടോക്ക് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തൂ. പുതിയ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ.